ശരീരവേദനയും അസ്വസ്ഥതയും വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ദുആയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്ത് രോഗമോ വേദനയോ അനുഭവിക്കാത്ത ഒരാളുമില്ല. എന്തിനെല്ലാം വേദനകളാണെന്നല്ല രോഗികളായ നമ്മൾക്കുണ്ടാകുന്നത്. ഓരോരുത്തർക്കും പല പല വേദനകളാണ് ഓരോ ദിവസവും. പകൽ എങ്ങനെയും കൊണ്ടുപോകാൻ, രാത്രിയാണ് വേദന കാരണം നിവൃത്തിയില്ലാതെ എല്ലാവരും കരച്ചിലാണ്. ഓരോ മാതാപിതാക്കളും എന്തുവന്ന് കരച്ചിലാണെന്നൊരു വേദന കാരണം സഹിക്കാൻ വയ്യാതെ ഉറങ്ങാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ചിലർക്ക് തലവേദന, ചിലർക്ക് നടുവേദന, ചിലർക്ക് മുട്ടുവേദന, ചിലർക്ക് പേശിവേദന, ചിലർ ഒരു ചെറിയ വേദന പോലും നമ്മുടെ മനസ്സിനെ തളർത്തും. ആ മനസ്സ് തളർത്ത് നമ്മൾ അസ്വസ്ഥമാകും. ഒരുപാട് നമ്മൾ വേദനകൾ തിന്ന് സഹിക്കും. ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരും. ജോലി ചെയ്യാൻ കഴിയുന്നില്ല. മനസ്സിന് സമാധാനം വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കും ഈ വേദനയും അസ്വസ്ഥതയും രോഗവും കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടുന്നത്. അത്തരം സമയങ്ങളിൽ നമ്മൾ തിരിയേണ്ടത് അള്ളാഹുവിലേക്കാണ്. കാരണം രോഗം സൃഷ്ടിക്കുന്നതും രോഗശമനം നൽകുന്നതും അള്ളാഹുവാണ്. ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതായി അള്ളാഹു പറയുന്നു, എനിക്ക് രോഗം വന്നാൽ എന്നെ സുഖപ്പെടുത്തുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് ചികിത്സ തേടുമ്പോഴും നമ്മുടെ ഹൃദയത്തിലുള്ള പ്രതീക്ഷ അള്ളാഹുവിലായിരിക്കണം. ചികിത്സയോടൊപ്പം നമ്മുടെ മനസ്സും ശരീരവും അള്ളാഹുവിനോട് ദുആ തിരക്കുകയും പെട്ടെന്ന് ശിഫയാക്കാൻ ദുആ തിരക്കുകയും ചെയ്യുക. ഇത്തരം വേദന കൊണ്ട് സഹിക്കാൻ വയ്യാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ കടുത്ത വേദന വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾക്ക് മനോഹരമായതൊരു ദുആ. കഠിനമായ വേദന വരുമ്പോൾ വേദനയുള്ള ഭാഗത്ത് കൈവയ്ക്കുക, വലത് കൈവയ്ക്കുക. ആദ്യം ബിസ്മില്ലാഹ് എന്ന് 3 പ്രാവശ്യം പറയുക. തുടർന്ന് ഈ ദുആ 7 പ്രാവശ്യം ചൊല്ലുക. ദുആ: അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. ഞാൻ അനുഭവിക്കുന്ന വേദനയുടെയും ഞാൻ ഭയപ്പെടുന്ന എല്ലാ ദോഷങ്ങളുടെയും തിന്മയിൽ നിന്നും അള്ളാഹുവിനോടും അവൻ്റെ ശക്തിയോടും ഞാൻ അഭയം തേടുന്നു. ഈ ദുആയിലെ ഓരോ വാക്കിനും വലിയ അർത്ഥമുണ്ട്. അഊദു ബില്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ സംരക്ഷണം തേടുന്നു. വ ഖുദ്റതിഹി, അവൻ്റെ അതിരില്ലാത്ത ശക്തിയെയും കഴിവിനെയും ഞാൻ ആശ്രയിക്കുന്നു. ഒരു മരുന്നിനും കഴിയാത്തതുപോലും അള്ളാഹുവിന് ഒരു നിമിഷം കൊണ്ട് ചെയ്യാൻ കഴിയും. മിൻ ശർരി മാ അജിദു, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന്. വ ഉഹാദിർ, ഇനി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്ന എല്ലാ ദോഷങ്ങളിൽ നിന്നും. അതായത് ഇപ്പോഴുള്ള വേദനയ്ക്ക് മാത്രമല്ല, വരാനുള്ള പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷണം ചെയ്യുന്ന ഈ ദുആ. ഇനി വരാൻ പോണ പ്രയാസങ്ങൾക്ക് വരെ ഈ ദുആ ചൊല്ലിയാൽ അതിന് സംരക്ഷണം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു മാറ്റിത്തരുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ ചെയ്യണം. കുറഞ്ഞില്ലെങ്കിലും അള്ളാഹു നമ്മുടെ ഓരോ ദുആയും കേൾക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിമിന് രോഗമോ ദുഃഖമോ പ്രയാസമോ ഉണ്ടാകുമ്പോൾ അതിലൂടെ അവൻ്റെ പാപങ്ങൾ പൊഴിയുന്നു. അതുകൊണ്ട് രോഗം വന്നാൽ നിരാശപ്പെടേണ്ടതില്ല. അത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരമാകുന്നു. മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ഇസ്ലാം ചികിത്സയും അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം സുന്നത്തിനോട് യോജിക്കുന്ന കാര്യങ്ങളാണ്. കാരണം അള്ളാഹു എല്ലാ രോഗങ്ങൾക്കും കാരണങ്ങൾക്കും ചികിത്സാ മാർഗങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനാൽ ശരീരവേദന അനുഭവപ്പെടുമ്പോൾ വേദനയുള്ള ഭാഗത്ത് കൈവയ്ക്കുക. ബിസ്മില്ലാ 3 പ്രാവശ്യം പറയുക. തുടർന്ന് ഈ ദുആ 7 പ്രാവശ്യം ചൊല്ലുക. അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം വച്ച് ശിഫ തേടുക. ആവശ്യമായ ചികിത്സയും സ്വീകരിക്കുക. അള്ളാഹു നമ്മിൽ വന്നിരിക്കുന്ന രോഗം സമ്പൂർണ്ണ ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും സമാധാനവും നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ എളുപ്പമാക്കുകയും ഈ പരീക്ഷണങ്ങൾക്ക് മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു എല്ലാവരെയും ശുഭമാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. എല്ലാവരോടും